മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കൊല്ലത്തെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഹോസ്റ്റലിൽ വിദ്യാർത്ഥിനികളെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ആത്മഹത്യാക്കുറിപ്പ് പുറത്ത്. ഇൻക്വസ്റ്റിന് ഇടയിലാണ് ഇരു കുട്ടികളുടെയും പോക്കറ്റുകളിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പുകൾ കണ്ടെത്തിയത്. അമ്മയും അച്ഛനും ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് മാത്രമാണ് ആത്മഹത്യാക്കുറിപ്പിൽ ഉള്ളതെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസമായിരുന്നു കോഴിക്കോട് സ്വദേശിനി സാന്ദ്ര, തിരുവനന്തപുരം സ്വദേശിനി വൈഷ്ണവി എന്നിവരെ ഹോസ്റ്റലിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. വൈഷ്ണവിയുടെ മുറി താഴത്തെ നിലയിലും സാന്ദ്രയുടെ മുറി മൂന്നാമത്തെ നിലയിലുമാണ്. പരിശീലനം ആരംഭിച്ചപ്പോൾ ഇരുവരും എത്തിയിരുന്നില്ല. തുടർന്ന് സെക്യൂരിറ്റിയും പരിശീലകരും അന്വേഷിച്ച് സാന്ദ്രയുടെ മുറിയിലെത്തിയപ്പോൾ മുറി ഉള്ളിൽ നിന്നും പൂട്ടിയ നിലയിലായിരുന്നു. തുടർന്ന് വാതിൽ പൊളിച്ച് അകത്ത് കടന്നപ്പോഴാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ മരിച്ച കുട്ടികളുടെ മുറിയിലെ താമസക്കാരായ കുട്ടികൾ, ഹോസ്റ്റൽ വാർഡൻ, പരിശീലകർ, ബന്ധുക്കൾ തുടങ്ങിയവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു വരുന്നതായി സിറ്റി പോലീസ് അറിയിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിശദമായ അന്വേഷണം നടത്തുമെന്ന് സിറ്റി പോലീസ് വ്യക്തമാക്കി. കൊല്ലത്തെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഹോസ്റ്റലിൽ വിദ്യാർത്ഥിനികളെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കുട്ടികളുടെ ആത്മഹത്യാക്കുറിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇൻക്വസ്റ്റിനിടെയാണ് ഇരു കുട്ടികളുടെയും പോക്കറ്റിനുള്ളിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പുകൾ കണ്ടെത്തിയത്. അമ്മയും അച്ഛനും ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് മാത്രമാണ് ഈ ആത്മഹത്യാക്കുറിപ്പിലുള്ളതെന്നാണ് പോലീസ് അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു കോഴിക്കോട് സ്വദേശിനി സാന്ദ്ര, തിരുവനന്തപുരം സ്വദേശിനി വൈഷ്ണവി എന്നിവരെ ഹോസ്റ്റലിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. വൈഷ്ണവിയുടെ മുറി താഴത്തെ നിലയിലും സാന്ദ്രയുടെ മുറി മൂന്നാമത്തെ നിലയിലുമായിരുന്നു. പരിശീലനം ആരംഭിച്ചപ്പോൾ ഇരുവരെയും എത്തിയിരുന്നില്ല. തുടർന്ന് സെക്യൂരിറ്റിയും പരിശീലകരും അന്വേഷിച്ച് സാന്ദ്രയുടെ മുറിയിലെത്തിയപ്പോൾ മുറി ഉള്ളിൽ നിന്നും പൂട്ടിയ നിലയിലായിരുന്നു. തുടർന്ന് വാതിൽ പൊളിച്ച് അകത്ത് കടന്നപ്പോഴാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ മരിച്ച കുട്ടികളുടെ മുറിയിലെ താമസക്കാരായ കുട്ടികൾ, ഹോസ്റ്റൽ വാർഡൻ, പരിശീലകർ, ബന്ധുക്കൾ തുടങ്ങിയവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു വരുന്നതായി സിറ്റി പോലീസ് അറിയിച്ചു.